കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഈ വരി ഒരു 4 തവണ. കഴിഞ്ഞിട്ടില്ല. ല ല ല ല ല അത് ഒരു 25 തവണ. തികഞ്ഞ പദഭംഗിയും കാവ്യഭംഗിയും ഒത്തുചേർന്ന രചന. ഇത്തവണത്തെ കേരള സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഗാനരചനയ്ക്ക് അവാർഡ് കിട്ടിയ പാട്ടാണ്. കൊച്ചുകുട്ടികളെ ഉറക്കാനും കളിപ്പിക്കാനുമൊക്കെയായി അമ്മമാര് വായിൽ വരുന്ന പദങ്ങളൊക്കെ ചേർത്ത് പാട്ടുണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളതിന് ഇതിലും ഭംഗി കാണും. ഇത്തരം രചനകളെയായിരിക്കണം പണ്ടുള്ളവർ വായി വരുന്നത് കോതയ്ക്കു പാട്ട് എന്ന് വിളിച്ചത്. കവിത്വം തുളുമ്പുന്ന രചനകൾ കൊണ്ട് മലയാള സിനിമാ ഗാനരംഗത്തെ എക്കാലത്തും പരിപോഷിപ്പിച്ച ആദരണീയരായ പി ഭാസ്കരൻ, വയലാർ രാമവർമ്മ, ശ്രീകുമാരൻ തമ്പി, ഗിരീഷ് പുത്തഞ്ചേരി, ഈ കാലഘട്ടത്തിലേക്ക് വന്നാൽ റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ, എല്ലാവരോടും മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്ന ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മലയാളത്തിന്റെ നടന വൈഭവമായ മമ്മൂട്ടിക്കൊപ്പം വേദി പങ്കിടാനും ആദരിക്കപ്പെടാനും തികഞ്ഞ യോഗ്യതയുള്ള പ്രതിഭയ്ക്ക് തന്നെയാണ് ഗാനരചനയുടെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല.